ഹായ് ഓൾ, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICD ആണ്. ICDനെ കുറിച്ച് കുറച്ചൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ICD നമുക്കറിയാം മെഡിക്കൽ കോഡിങ്ങിൽ വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ICD ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ WHO ആണ് 1979. അവർക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ് ആൻഡ് ഡിസീസ് റേറ്റ് ഒക്കെ മോണിറ്റർ ചെയ്യുക. അവരുടെ പേർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് പേയ്മെന്റ്സ് ഈസിയർ ആക്കുക. PHI പേഴ്സണൽ ഹെൽത്ത് ഇൻഫോർമേഷൻ, അതായത് ഒരു രോഗിയുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആസ് വെൽ ആസ് ഹെൽത്ത് ഡീറ്റെയിൽസ് ഒക്കെ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് സൂക്ഷിക്കുക. ആൻഡ് ഓൾസോ ടു എലിമിനേറ്റ് ദ മിസ്സിംഗ് ഓഫ് ഡോക്യുമെന്റ്സ്, അതായത് ഒരു പേപ്പർ റെക്കോർഡിംഗ് സിസ്റ്റത്തിൽ ഒരു പേപ്പർ മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഷ്യന്റ് ചാർട്ട് ഇൻകംപ്ലീറ്റ് ആയിട്ട് മാറും. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ റെഡ്യൂസ് സ്പേസ്, നമുക്കറിയാം ഹോസ്പിറ്റൽസിലൊക്കെ ഒരു റെക്കോർഡ് കീപ്പിംഗ് റൂം തന്നെയുണ്ട്. അപ്പോൾ ഇങ്ങനെ മാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് വരുന്നത് ICD 10CM ആണ്. ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് 10th ക്ലിനിക്കൽ മോഡിഫിക്കേഷൻ ആണ്. അതും പബ്ലിഷ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നത് WHO തന്നെയാണ്. ഇതിന് മുന്നേ നമ്മൾ യൂസ് ചെയ്ത് വന്നത് ICD 9CM ആണ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ICD 9CM 3 to 5 ഡിജിറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 10CM ആയപ്പോൾ 3 to 7 ഡിജിറ്റ്സ് ആയിട്ട് മാറി. അപ്പോൾ നേരത്തെ 3 to 5 ഡിജിറ്റ്സിൽ ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് VO, EO അല്ലെങ്കിൽ ഒരു നമ്പറോ ആയിരുന്നു. ഇനി 2 to 5 എന്ന് പറയുന്നത് നമ്പേഴ്സ് ആയിരിക്കും. ഇനി മറ്റ് ICD 10CM ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഒരു ലെറ്റർ ആയിരിക്കും. 2 and 3 എന്ന് പറയുന്നത് നമ്പർ ആയിരിക്കും. 4 to 7 എന്ന് പറയുന്നത് ലെറ്ററോ നമ്പറോ ആയിരിക്കും. ഇനി ICD 9 ആയിരുന്നപ്പോൾ നമുക്ക് 13,000 കോഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ICD 10CM ആയപ്പോഴേക്കും നമുക്കത് 68,000 കോഡ്സ് ആയിട്ട് മാറി. പിന്നെ നമ്മുടെ ICD 9CM നമുക്ക് പുതിയ കോഡ്സ് ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ വളരെ കുറവായിരുന്നു. പക്ഷേ ICD 10CM ആയപ്പോഴേക്കും നമുക്ക് അഡീഷണൽ കോഡ്സ് കുറേ ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ആയി. പിന്നെ ICD 9CM ഡീറ്റെയിൽ വളരെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ICD 10CM ആയപ്പോഴേക്കും നമുക്ക് വളരെ പ്രിസൈസ് ആയിട്ടുള്ള കുറേ കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സംവിധാനമായി. ദെൻ വാട്ട് ഈസ് ദ കറന്റ് പർപ്പസ് ഓഫ് ICD കോഡിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയഗ്നോസിസ്, ഇഞ്ചുറി, പോയിസണിങ്, സൈൻ ആൻഡ് സിംറ്റം, എക്സ്റ്റേണൽ കോസ്, സപ്ലിമെന്ററി ഇൻഫോർമേഷൻ എന്ന് വെച്ചാൽ അഡീഷണൽ ഇൻഫോർമേഷൻ ഒക്കെ എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കറന്റ് പർപ്പസ് ഓഫ് ICD. നമുക്കറിയാം ICD ബുക്ക് രണ്ട് ബുക്സ് ആണ് മെയിൻലി ഉണ്ടാകുന്നത്. ഒരു ചെറിയ കട്ടി കുറഞ്ഞതും ഒരു വലിയ തിക്കൻഡ് ആയിട്ടുള്ള ഡിക്ഷണറി ടൈപ്പ് ഉണ്ടായിരിക്കും. ഈ ICD ചെറിയ ബുക്ക് എന്ന് പറയുന്നത് ആൽഫബറ്റിക്കൽ ഇൻഡെക്സ് ഉള്ള ഒരു ബുക്കാണ്. ആൽഫബറ്റിക് ഇൻഡെക്സ് എന്ന് പറയും ആ ബുക്കിനെ. അതിൻ്റെ അകത്ത് ഫസ്റ്റ് തന്നെ നമുക്ക് ഡിക്ഷണറി പോലെ ആയിരിക്കും. ABCD അങ്ങനെ ലെറ്റേഴ്സ് മുതൽ Z വരെ ഉണ്ടായിരിക്കും. അതിൻ്റെ അകത്ത് ഓരോ A വെച്ച് തുടങ്ങുന്ന ഡിസീസസ് ഉണ്ടായിരിക്കും. അങ്ങനെ സോ അങ്ങനെ പോകും. അതിൻ്റെ അവസാനമൊക്കെ ആയിട്ട് വരുമ്പോൾ ഇൻഡെക്സ് ടു ഡിസീസ് ആൻഡ് ഇഞ്ചുറീസ്, ടേബിൾ ഓഫ് നിയോപ്ലാസം, ടേബിൾ ഓഫ് ഡ്രഗ് ആൻഡ് കെമിക്കൽസ്, ഇൻഡെക്സ് ടു എക്സ്റ്റേണൽ കോസ് ഓഫ് ഇഞ്ചുറീസ്, ഇതൊക്കെയായിരിക്കും മെയിൻലി ഉണ്ടാകുന്നത്. പിന്നെ മറ്റ് കട്ടിയുള്ള ബുക്ക് എന്ന് പറയുന്നത് ടാബ്ല ലിസ്റ്റ് ആയിരിക്കും. അതിൻ്റെ അകത്ത് കോഡ് വിത്ത് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ഇതിന് എങ്ങനെയാണ് ഒരു കോഡ് പിക്ക് ചെയ്യുന്നത്? അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഡോക്യുമെൻറ്റോ ക്വസ്റ്റ്യനോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് ഫസ്റ്റ് തന്നെ ഫൈൻഡ് ദ ഡോക്യുമെൻ്റ് ഡയഗ്നോസിസ്, ആ ഡോക്യുമെൻറ്റിൽ നിന്ന് ഡയഗ്നോസിസ് പിക്ക് ചെയ്യുക. അതിൻ്റെ അകത്തുനിന്ന് രണ്ടാമത്തേത് സെക്കൻഡ് ഫൈൻഡ് ദ മെയിൻ ടേം കണ്ടുപിടിക്കുക. ദെൻ തേർഡ് ലുക്ക് ഇൻ ടു ദ ആൽഫബറ്റിക്കൽ ഇൻഡെക്സിൽ പോയി നോക്കുക. ഫോർത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാബ്ല ലിസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ പറയുക, അനീമിയ എടുക്കാം. അനീമിയ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ അകത്ത് ഒരു ടേമേ ഉള്ളൂ, അനീമിയ. അപ്പോൾ ഇനി കൂടുതലൊന്നും നോക്കാനില്ല, ആൽഫബറ്റിക്കൽ ഇൻഡെക്സ് A പോവുക, അനീമിയ എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കറസ്പോണ്ടിങ് കോഡ് നമ്മുടെ ടാബ്ല ലിസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ അത് എടുക്കുക. പിന്നെ രണ്ടാമത്തേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹെഡ് പെയിനിൽ 2 ടേം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്തുനിന്ന് ICD ആയതുകൊണ്ട് ഡിസീസ്ഡ് കണ്ടീഷനാണ് എടുക്കേണ്ടത്. ഡിസീസിൻ്റെ അകത്ത് എന്താ പറയുക, ഹെഡ് പെയിൻ്റെ ഹെഡ് എന്തായാലും ഓർഗനാണ്. അപ്പോൾ പെയിൻ എടുക്കുക, P പോയി നോക്കുക, പെയിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുക, പെയിൻ്റെ കറസ്പോണ്ടിങ്ങിൽ ഹെഡ് ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ പ്രിസൈസ് ആയിട്ടുള്ളത് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യും, ടാബ്ല ലിസ്റ്റിൽ പോകും. എന്നിട്ട് നമ്മൾ പ്രിസൈസ് ആയിട്ടുള്ളത് കൺഫേം ചെയ്യും. അതുപോലെ തന്നെ ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർപ്ലേഷ്യയിൽ നമുക്കറിയാം എന്താ, ഹൈപ്പർപ്ലേഷ്യയാണ് മെയിൻ ടൈം. കാരണം ബിനൈൻ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനാണ്, പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാൻഡാണ്. ഹൈപ്പർപ്ലേഷ്യ ആയിരിക്കും ഡിസീസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഹൈപ്പർപ്ലേഷ്യ H പോവുക,
പോവുക, ഹൈപ്പർപ്ലേഷ്യ പോവുക, പിന്നെ പ്രിസൈസ് ആയിട്ട് നമ്മൾ നോക്കുക, കറസ്പോണ്ടിങ് കോഡ് എടുക്കുക, ടാബ്ല ലിസ്റ്റിൽ പോവുക, കൺഫേം ചെയ്യുക. പിന്നെ ടാബ്ല ലിസ്റ്റിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് ഓരോരോ ചാപ്റ്റേഴ്സ് ഉണ്ടാകും. കറസ്പോണ്ടിങ്ങിലി A002 A ഇന്ന വരെ എന്ന് പറഞ്ഞ കോഡ് ഫസ്റ്റ് ചാപ്റ്റർ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ടാബ്ല ലിസ്റ്റ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തിയിട്ട് അതിൻ്റെ അകത്ത് ഓൾ പ്രസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, ബൈ.